ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇതിപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും രാഹുലിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ വിമർശിക്കുക എന്നത് ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ രാഹുൽ ബാംഗ്ലൂരിലാണ്, കർണാടകയിലാണ് ഒളിവിൽ കഴിയുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവിടെ ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായമൊക്കെ രാഹുലിന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി കൈയൊഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി രാഹുലിന് അങ്ങനെ ഒരു സഹായം അവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയും കുറയുകയല്ലേ? അത് നമുക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം വലിയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്. അങ്ങനെ പുറത്താക്കേണ്ടി വന്നെങ്കിലും രാഹുലിന് പാർട്ടിയിലെ പല നേതാക്കളുമായുള്ള വ്യക്തിബന്ധം അത് അത്ര പെട്ടെന്ന് അറുത്ത് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധമല്ല. വളരെ അടുത്ത സൗഹൃദങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കർണാടകയിലെ യുവ നേതാക്കളുമായി അടക്കം രാഹുൽ മങ്കൂട്ടത്തിന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഒക്കെ ഇരിക്കുകയും മാത്രമല്ല മറ്റ് പല സംഘടനാ ചുമതലകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാരവാഹികളുമൊക്കെയായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ബന്ധങ്ങൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുകയും അതിന് മറ്റുള്ളവർ സമ്മതമറിയിക്കുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും രാഹുൽ മങ്കൂട്ടത്തിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഒരുക്കും സുരക്ഷിതമായി കഴിയാൻ. അതുകൊണ്ടാണ് പോലീസ് ഇത്രയധികം വലിയ തെരച്ചിൽ വ്യാപകമായി നടത്തിയിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് 10ാം ദിവസമാണ്. 10 ദിവസമായിട്ടും രാഹുൽ എവിടെയെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഒരുപക്ഷെ രാഹുൽ ഉണ്ടെന്ന സംശയത്തിൽ അന്വേഷണ സംഘം എത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് രാഹുലിന് രക്ഷപ്പെടാൻ കഴിയുന്നത് പോലും കൃത്യമായ ഈ സഹായം ലഭ്യമാകുന്നതുകൊണ്ടാണ്. കാരണം രാഹുൽ പുറത്തിറങ്ങിയാൽ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ വാർത്ത മറ്റു ഇടങ്ങളിലൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഇത്രയും ദിവസം രാഹുൽ ഒളിവിൽ കഴിയാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ അത്രയും സ്വാധീനമുള്ള ആരുടെയോ സഹായം പുറത്തുനിന്ന് രാഹുലിന് ലഭിക്കുന്നുണ്ടെന്ന് സംശയം ബലപ്പെടുത്തുന്നത്. അതെന്തായാലും ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ പോവുക. അതായത് രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനി എത്ര നേരം ഇങ്ങനെ ഒളിച്ചു കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ല, ജാമ്യം ലഭിച്ചാൽ അത് താൽക്കാലികമായി എങ്കിലും രാഹുൽ മങ്കൂട്ടത്തിന് വലിയൊരു ആശ്വാസമായി മാറും. എന്തായാലും കർശന ഉപാധികളോടെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് രാഹുലിന്റെ അഭിഭാഷകരടക്കം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ശരി, ഡാനിപ്പോളും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുക. FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്നതൊന്നും ഇതിലില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം ഇന്ന്. ദേശീയപാത അതോറിറ്റി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടും. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വലിയ അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അതിൽ എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയാവുക? അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ദേശീയപാത ഇടിഞ്ഞു താണത് എന്ന തരത്തിൽ അതിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിശദമായിട്ട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയർമാരും കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്തെത്തുകയും അപകട കാരണം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തകർന്ന പാത അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ടാണ് ദേശീയ പാത അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലവിൽ അവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയാണ്. ഇന്നലെ ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ 4 വാഹനങ്ങളായിരുന്നു കുടുങ്ങിപ്പോയത്. പക്ഷെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ രൂപപ്പെട്ട വലിയൊരു ഗർത്തം
സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചു. അതുപോലെ തന്നെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞിറങ്ങിയ സാഹചര്യമുണ്ടായി. റോഡിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി. അങ്ങനെയാണ് സർവീസ് റോഡിന്റെ വിള്ളലുകൾ സംഭവിച്ചതും വാഹനങ്ങൾ കുടുങ്ങി പോവുകയൊക്കെ ചെയ്തത്. തകർന്ന റോഡിൽ സ്കൂൾ ബസ് അടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ആളപായം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോ ഈ റോഡിന്റെ പുനർനിർമ്മാണവും ഗതാഗതവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് കളക്ടറേറ്റിൽ കൂടും. അതിനുശേഷമാവും ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള നടപടിക്രമങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ കഴിയുക. വിനീഷ്, അതുപോലെ തന്നെ 3 പതിറ്റാണ്ട് മുമ്പ് റോഡ് ഉയർത്തി നിർമ്മിക്കാൻ ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനനുയോജ്യമായ മണ്ണല്ല, സ്ഥലമല്ല എന്ന് കണ്ടെത്തലിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നത് എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ ഒരു നിർമ്മാണ വേളയിൽ തന്നെ തുടക്കത്തിൽ തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം അവർക്കറിയാം ആ ഒരു ഭാഗത്ത് മണ്ണിന്റെ ഒരു ഘടന എങ്ങനെയാണ്. പക്ഷേ ശാസ്ത്രീയമായ യാതൊരു പരിശോധനകളും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള നിർമ്മാണം അവിടെ നടത്തിയത്. അപ്പോ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നെല്ലാം അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെയുള്ള നിർമ്മാണമാണ് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ്. അതിന്റെ വലിയൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. തുടർന്നും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് എന്ന തരത്തിലുള്ള വിദഗ്ധർ തന്നെ കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകരടക്കം പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ MP അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതുപോലെ തുടക്കത്തിൽ തന്നെ ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം വലിയ രീതിയിലുണ്ടായിരുന്നു. കാരണം അവർ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ റോഡിന്റെ സൈഡിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ട് പോലും ഇത് അധികൃതർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടവും കൂടി ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ശരി, വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബർട്ട്സ് അറിയിച്ചു. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നത അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, 1000-ഓളം സർവീസുകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ അത് യാത്രക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിൽ ഇൻഡിഗോ എന്ത് പരിഹാരമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട്? അനുശ്രീ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് ഇൻഡിഗോ. അവരുടെ വിമാന സർവീസുകൾ പകുതിയിലധികവും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അവർ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ വിമാനം കയറാനെത്തുന്നവർ വിമാനമില്ലാന്നറിയുന്നതോടുകൂടി, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതായത് നാളെയൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കാനിരിക്കുന്നവർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ അറിയുമ്പോൾ മറ്റ് വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം വലിയ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കാണ് കാണുന്നത്. വലിയ